ഞാനൊരു ഇൻട്രോവേർട്ട് ആണ്. അവൻ ഇൻട്രോവേർട്ട്, മേം ഇൻട്രോവേർട്ട്. ഇൻട്രോവേർട്ട് അന്തർമുഖി. നിന്നെ പോലത്തെ മൊണ്ണാക്കൊന്നും ഇൻട്രോവേർട്ട് പെമ്പിളര് വളയൂല. അതിന് ഞങ്ങളെ പോലെ സൗന്ദര്യവും താടി മീശ എല്ലാം വേണം. അവളെ ഞാൻ വളച്ച് കാണിച്ചു തരൂടാ. സൗദ, നീ ഇൻട്രോവേർട്ട് അല്ലേ? ഏത് മാങ്ങാത്തൊലിയാലും എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു. ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് നമ്മളെ കല്യാണം നടക്കുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഇനി അഥവാ നടന്നു കഴിഞ്ഞാൽ എന്റെ നാട്ടുകാരെ വീട്ടുകാരെ നിന്നെയൊക്കെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? ഫസ്റ്റ് നൈറ്റിൽ നിന്നെ എങ്ങനെ ഫേസ് ചെയ്യുന്നത് എനിക്ക് അറിയത്തു പോലും ഇല്ല. അഥവാ ഇനി ഞാൻ ഗർഭിണി ആയി കഴിഞ്ഞാൽ എനിക്ക് എന്റെ വീട്ടുകാരെയും ഹോസ്പിറ്റലിലുള്ളവരെയും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. കൊച്ചു വലുതായി കഴിഞ്ഞാൽ കൊച്ചിനെ നഴ്സറി കൊണ്ടാക്കുമ്പോ ആൾക്കാരെല്ലാം എന്നെ കാണും, അവരടുത്ത് സംസാരിക്കണം. എനിക്കത് പറ്റത്തില്ല. അഥവാ ഞാൻ ഇനി മരിച്ചു പോയാലോ? അതിനും ആൾക്കാർ വരും, അവരെ എനിക്ക് നിനക്ക് നേരിട്ട് പറയാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞു ഇഷ്ടമാണ്. സത്യം. വണ്ടി എടുത്ത് കേട്ടാ എന്റെ പുതിയ ഗേൾ ഫ്രണ്ട് സൗദാമണി. സൗദ, നീ സൈക്കിളിലൊക്കെ പോറായ? അല്ല, കൊച്ചിത്തിരി ഇൻട്രോവേർട്ട് ആണ്. നമ്മൾ പോട്ടെ. അവന് ഒരു പെണ്ണ് കിട്ടി. അവന്റെ അവൻ ഇൻവെർട്ടറല്ലേ? എന്റെ സ്ഥലം എവിടെയായിരുന്നു? ഇടുക്കി. ഈ കോമഡി 10 വർഷം മുമ്പ് ഞാൻ കേട്ടതാ. മിണ്ടാറാ.